ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മ പുറത്ത് പോയിട്ടുണ്ടായി ചെബിന്റെ മിഷീൻ്റെ നോക്കാൻ. അപ്പോൾ ഇതോന് വെച്ചോണുണ്ടായ മിഷന്. അപ്പോൾ അത് ഇപ്പോൾ എന്തോ വീണിട്ടും തോന്നുന്നു, എന്തെന്ന് അറിയില്ല. അത് ബെടക്കായി പോയി. അത് ഇടയ്ക്കിടയ്ക്ക് ഓഫായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഓന് ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ശരിയാക്കാൻ പിന്നെ ആൾക്കാർക്കെല്ലാം വിളിച്ചിട്ടെല്ലാം ആണോന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അവിടെ ഞങ്ങൾ കൊണ്ടുപോയി കൊടുത്തിട്ട് ശരിയാകുന്നില്ല. ഇപ്പോൾ സ്കൂളിലേക്ക് തന്നെ, ഇപ്പോൾ സ്കൂളിൽ പോകുന്നുള്ള ചെറുക്കളം മാർത്തോമ സ്കൂളിൽ. അപ്പോൾ അവിടെ പോയി നോക്കിയപ്പോൾ ശരിയാകുന്നില്ല. അപ്പോൾ പുതിയ നമുക്ക് മേടിക്കണമെങ്കിൽ ഒന്ന് നല്ലതിന് 20,000-25,000 റുപ്യെല്ലാം ഉണ്ട്. സാധാരണ ഉള്ളത് 12,000 റുപ്യക്കെല്ലാം കിട്ടും തോന്നുന്നു. അത് ഇങ്ങനെയുള്ളത് തന്നെ അത് കേടായി പോകുന്നു ഇടയ്ക്കിടയ്ക്ക്. ഇതില്ലെങ്കിലും ഒരു ഭയങ്കര ബുദ്ധിമുട്ട് വെക്കും. കേൾക്കാത്ത ആളെ ബുദ്ധിമുട്ട് കേൾക്കാത്ത ആൾക്കല്ലേ അറിയും. സങ്കടമുണ്ട്. പിന്നെ ഭാരപ്പുള്ള അവരുടെ കയ്യിലാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ ചോദിച്ചിട്ട് മുമ്പ് അങ്ങനെ ചോദിച്ചിട്ട് മേടിച്ചിട്ടുണ്ടായി. പൈസക്കെല്ലാം ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് അങ്ങനെ മേങ്ങാനുള്ള ബുദ്ധിമുട്ടായതുകൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വേറെ കുട്ടികളോട് ഇങ്ങനെ ഉപയോഗിക്കാത്തെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇത് ഞങ്ങൾ പൈസ കൊടുത്തിട്ട് മേടിച്ചതല്ല. അപ്പോൾ ഇങ്ങനെ ഞാൻ സ്കൂളിൻ്റെ കയ്യിൽ തന്നെ ഓരോ ക്യാമ്പിൽ വിളിച്ചിട്ട് പിന്നെ ഇങ്ങനെ ആരെങ്കിലും സ്പോൺസറാക്കിയിട്ട് സ്കൂളിലേക്ക് കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വേറെ ഒരു കമ്പനിക്കാർ കൊടുത്തിട്ടുണ്ടായി. അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആരെങ്കിലും കൊടുക്കും. ആ കൊടുത്തിട്ടാണ് പിള്ളേർക്ക് ഒരു സൗജന്യമായിട്ട്. ഇപ്പോൾ അത് ഞങ്ങൾക്കെല്ലാം മേങ്ങാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. കുറേ പിള്ളേരുണ്ട്, പാവപ്പെട്ട പിള്ളേർ. അങ്ങനെ എല്ലാവരും കൊടുക്കുമ്പോൾ അങ്ങനെ കിട്ടല്. പിന്നെ ഞാൻ ഗവൺമെൻറ്റിലേക്ക് എഴുതി കൊടുക്കും. ഇപ്പോൾ വികലാംഗ കോർപ്പറേഷനിലേക്ക് അങ്ങനെ എഴുതി കൊടുത്തെങ്കിൽ അങ്ങനെ കിട്ടും. അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. മാത്രം എത്ര ആയത് താഴെ വീണാൽ പോയി അത്രയാണ്. ചെറിയ ഇന്ത്യ സാധനമല്ലേ. അപ്പോൾ അതുകൊണ്ട് താഴെ വീണിട്ടാൽ വെള്ളം കയറിയെങ്കിലോ അല്ല വേറെ എന്തെങ്കിലും പെട്ടെന്ന് കേടായിപ്പോവും. നല്ല ചിലവുണ്ട്. ബാറ്ററി ഒരാഴ്ച നിൽക്കും അത്ര. അപ്പം അതിൻ്റെ ബാറ്ററി ഇതാണ്. അതിൻ്റെ ബാറ്ററി ഇത് ഒരു ബോക്സിൽ വാങ്ങിയാൽ ഒരു മാസം എത്തും, അത്രയേ ഉള്ളൂ. 6 എണ്ണം ഉണ്ടാവും ഒരു ബോക്സിൽ. ചില സമയത്ത് വേഗം തീരും. അപ്പോൾ ചില സമയത്ത് ഒരാഴ്ച കഷ്ടപ്പെട്ട് ഇങ്ങനെ രാത്രിയെല്ലാം ഓർമ്മയിൽ ഇങ്ങനെ ബാറ്ററി ഇങ്ങനെ തുറന്ന് വെക്കണം രാത്രിയാകുമ്പോൾ. അന്നെങ്കിൽ മാത്രമേ ഇതില്ലെങ്കിൽ ഇങ്ങനെ അടഞ്ഞു പോയാൽ ഇത് ബാറ്ററി ഫുള്ള് തീരും. അപ്പോൾ ഇത് ഇടയ്ക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഇടയ്ക്ക് ഇങ്ങനെ സൗണ്ട് കേൾക്കും, പിന്നെ ഇങ്ങനെ ഓഫായി പോവും. ഇത്ര മാത്രം ചെറിയൊരു സൗണ്ട്. അപ്പോൾ അതാണ് ബുദ്ധിമുട്ട്. അപ്പോൾ അത് ഓനില്ലാതിരിക്കുമ്പോൾ അതും നല്ലോണം ഒരു ബുദ്ധിമുട്ടാണ്. നോക്കണം. ഇപ്പം വേഗം ശരിയാക്കി കൊടുക്കും. ഇപ്പം ശരിയാക്കണമെങ്കിൽ 2,000 റുപ്യ എല്ലാം ചോദിക്കും. 2,000 റുപ്യ 3,000 റുപ്യ എല്ലാം ചോദിക്കും. നമുക്ക് കാസർഗോഡെല്ലാം ശരിയാക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ശരിയാക്കണമെങ്കിൽ എത്ര പൈസയാവും. അപ്പോൾ അതാണ് ഇന്നത്തെ ഞങ്ങളുടെ വിഷയം. പിന്നെ അതില്ലാത്തവർ കഷ്ടപ്പാടില്ലാത്തവർക്കല്ലേ അറിയൂ. കേൾക്കാൻ സംസാരിക്കാൻ പറ്റും. നാളെ രാവിലെ കൊണ്ടുപോകണം. പിന്നെ അവൻ്റെ കണ്ണിന് 2 കളറ്. അപ്പോൾ കളറായതുകൊണ്ട് ഡ്രൈവിംഗ് ലൈസൻസിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡോക്ടറെ കടലാസും കാര്യമെല്ലാം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേൾക്കാത്തയും സംസാരിക്കാത്തയും മാത്രമല്ല, ഇപ്പോൾ കണ്ണിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ലൈസൻസിന് കൊടുത്തിട്ട് നമുക്ക് ആർട്ടി പറഞ്ഞുള്ളത് കണ്ണിന് 2 കളറായതുകൊണ്ട് കണ്ണിന് ടെസ്റ്റും കൂടി വേണം. അപ്പോൾ അത് നാളെ പോയിട്ട് ചെയ്തിട്ട് ആർട്ടിയുടെ അടുത്ത് പോയിട്ട് നോക്കണം കിട്ടുന്നതാണ്. അതിന് ലൈസൻസ് എടുക്കാൻ വേണ്ടി ഭയങ്കര തിരക്ക്. 18 വയസ്സെല്ലാം കഴിഞ്ഞതുകൊണ്ട്. അപ്പോൾ അത് ഒന്ന് ശരിയാക്കി കൊടുക്കണമെന്നുണ്ട്. പഠിച്ചോണ്ടിൽ കിട്ടിയാലായി, അത്രേ പറയാം. ചെറിയ 2 ജ്യൂസിന്റെ വീഡിയോ ഉണ്ട്, എല്ലാവരും വീട്ടിലുണ്ടാക്കണം. അത് നല്ല ജ്യൂസ്. അപ്പം നമുക്ക് ഹെൽത്തിന് നല്ല ഇതുള്ള ജ്യൂസ്. അപ്പോൾ അത് എല്ലാവരും ഉണ്ടാക്കി കുടിച്ചിട്ടെല്ലാം നോക്കി. രാഗിൻ്റെത് പിന്നെ ഞങ്ങൾ നോമ്പിനെല്ലാം നല്ലോണം ഉണ്ടാക്കി കുടിക്കലുണ്ട്. അപ്പോൾ നോമ്പിന് നല്ലതല്ല ഫുഡ് ഇതെല്ലാം നോക്കി. രാഗി എല്ലാത്തിനും നല്ലത് തന്നെ. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന സംഭവമല്ലേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കുടിക്കുക. ബീട്രൂട്ട് ആണെങ്കിലും നമുക്ക് കളർ ഇതെല്ലാം ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അത് അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചെങ്കിൽ ആര് വന്നാലും അത് എടുത്തിട്ട് കുറച്ച് ഇട്ടിട്ട് പാലിനെ ജ്യൂസ് അടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അത് നല്ലത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ. അപ്പോൾ വേറെ നമുക്ക് പരിതൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം നല്ലതാണ്. രാഗി ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. രാഗി ഇത്ര എടുത്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിക്കണം. അപ്പോൾ അതിന് കുറച്ച് വെള്ളം ഒഴിച്ച്, ഇത് ചോര കുറവായിട്ട് ഇപ്പം മലത്തിൽ കൂടിയിട്ട് ബ്ലഡ് പോകുന്നുള്ള ആൾക്ക് പിന്നെ രാവിലെ രാത്രി വെള്ളത്തിലിട്ട് വെക്കണം.
തിളക്കാൻ വെച്ചിട്ടുണ്ട്. മാത്രം ഇങ്ങനെ കയ്യിലിട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പോൾ മണം വരും, പാങ്ങുണ്ടാവില്ല കഴിക്കാൻ. അപ്പോൾ ഹെൽത്തിന് നല്ലത്, എല്ലാവരും ഉണ്ടാക്കുക കഴിക്കുക. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിള്ളേർക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കുക, കുട്ടികൾക്കെല്ലാം. അപ്പം ഞാൻ 2 വട്ടം പറയുന്നുണ്ട്, കുട്ടികളൊന്നും പിള്ളേരൊന്നും പറയുന്നുണ്ട്. അപ്പോൾ കാസർഗോഡുകാർ പിള്ളേരെന്നേ പറയും, പിന്നെ അതുകൊണ്ട് 2 വട്ടം പറയുന്നത്. തിളച്ച് കഴിച്ച് ഗ്യാസ് ഓഫാക്കണം. അപ്പം നമുക്കിത് ആറിയതിന് ശേഷം കഴിക്കാം. എന്നിട്ട് ചെറുതും നല്ല ഉറപ്പുള്ള, വാടിയതൊന്നും ആയിക്കൂടാ, നല്ല ഉറപ്പുള്ള ഇതാവണം. അപ്പോൾ നമുക്കത് നല്ല ഇങ്ങനെ ചോറിനിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് നമുക്കത് പാത്രത്തിലിട്ട് വേവിച്ചെടുക്കാം. വേവിച്ചിട്ട് നല്ല അടിപൊളി ഒരു ജ്യൂസ് ഉണ്ടാക്കാം. മുറിച്ചിട്ടെല്ലാം കഴിഞ്ഞ് നമുക്ക് പാത്രത്തിലിട്ടിട്ട് അരക്കപ്പ് വെള്ളം ഒഴിച്ച് ഇത്ര ഉപ്പാണ്, ഉപ്പിട്ട് ഭാഗം വെക്കണം. വേവിക്കാൻ വെച്ച് നല്ല വെന്തതിന് ശേഷം നമുക്കിത് ആറിയിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാം. നല്ല വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് വേവിച്ചെടുത്ത് ബീട്രൂട്ട്, അപ്പോൾ വേവിച്ചെടുത്തതിന് ശേഷം നല്ല ആറാൻ വെച്ച് ആറിയതിന് ശേഷം നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാം. ഇതെല്ലാം ഒന്നിച്ച് വേണ്ട, നമുക്ക് വേണം അടിച്ചിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് വെക്കണം. അപ്പോൾ ഞാനിത് അരച്ച് കഴിഞ്ഞ് അപ്പോൾ തേച്ചെടുക്കുന്നില്ല, ഇന്ന് ഞാൻ കുറച്ചേ എടുക്കുന്നുള്ള, ബാക്കിയുള്ള ഞാൻ ടിഫിനിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കൽ. നമുക്ക് ആവശ്യമുള്ള അത്രയും എടുത്താൽ മതി. ടിഫിനിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ അരങ്ങ് വന്നാൽ പെട്ടെന്ന് നമുക്ക് പാലുണ്ടെങ്കിൽ ജ്യൂസ് ആക്കിയിട്ട് കൊടുക്കാം. ഞാൻ പാലൊഴിക്കുന്നുണ്ട്, പഞ്ചസാര ഇടുന്നുണ്ട്, ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് നമുക്ക് എത്ര മധുരം വേണോ അത്ര ഇട്ടാൽ മതി. ഞാൻ യോക്കറിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കും, മോക്കും മോനിയെല്ലാം. അപ്പോൾ ഒരു ഗുളികയെല്ലാം കഴിക്കുന്നുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇപ്പം വയറെല്ലാം താന്നല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാനിതെല്ലാം ഉണ്ടാക്കി കൊടുക്കൽ. ഐസ് ക്യൂബ് ഇട്ട് നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം. അരച്ചെടുത്തിട്ട് നമുക്കിതിനെ അരിച്ചെടുത്തിട്ട് കുടിക്കാം. നല്ല അടിപൊളി ജ്യൂസ്, റാഗി ജ്യൂസ്, ബീട്രൂട്ട് ജ്യൂസ്. എനിക്ക് കസ്കസ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായി, ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് ഒരു ഇത്തിരി കസ്കസ് കുടിക്കുമ്പോൾ കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഇത്രേ ഉള്ളൂ ഇന്നത്തെ ജ്യൂസ്. ഇന്നത്തേക്ക് ഇത്ര മാത്രം. എല്ലാവരോടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.